ഇങ്ങോട്ട് എല്ലാ വീട്ടിലൊക്കെ ഇങ്ങോട്ട് പോയി ഞങ്ങളുടെയൊക്കെ പോയിണ്ടാവൂലേ? അത് ശരി. ഞങ്ങളിങ്ങനെ കോള് വരുന്നുണ്ട്. ഹലോ ഹംസ. ഹലോ ഹംസാണോ? അതെ, നിങ്ങൾ എവിടെ ഉള്ളേ? ഞാൻ എന്റെ വീട്ടിന്റെ മുന്നിലുണ്ട്. നിങ്ങളെ പഴയ തറവാട് വീടില്ലേ? അതിന്റെ അടുത്ത് വാടകയ്ക്ക് 2 ആൾക്കാരുണ്ട്. ഓൽക്കൊന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റി? അത് കാടും പൊന്തൊക്കെ പിടിച്ച് കിടക്കല്ലോ. ഓലൊന്ന് കൊടുത്ത് കാണിച്ചു കൊടുക്കുക. എന്നിട്ട് എന്താ ആയിക്കോട്ടെ, വന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയ നമുക്ക് നോക്കാം. എന്നാ നിങ്ങൾ ആ പേരന്റെ അടുത്ത് നിൽക്കിയിട്ട് ഞാൻ വരാം കേട്ടോ. ആയിക്കോട്ടെ, ഓക്കെ. നോക്കിക്കോട്ടോ, അത് മൊത്തം കാട് പിടിച്ച് കിടക്കാണ്. കുറെ ഇപ്പൊ ഇങ്ങോട്ട് വന്നൊക്കെ നോക്കിട്ട്. ഇതൊക്കെയാണ് വീട് കേട്ടോ, നമ്മളെ വീട് ഇതാണ്. ശതിലും കാര്യങ്ങളൊക്കെ പിടിച്ച് കിടക്കാണ്. നമ്മളിപ്പോ 1 വർഷമായിട്ട് നമ്മളിവിടെ ഇങ്ങോട്ടേക്ക് വരുത്തില്ല. 1 വർഷം ഇവിടുന്ന് പോയിട്ട് വൃത്തിയാക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാല് കാര്യങ്ങളൊക്കെ ഈ സൗകര്യം തന്നെയൊക്കെ ഉള്ളൂ കേട്ടോ. വാടകയിൽ കുറച്ച് കമ്മിയാക്കി തന്നാൽ മതി. ഇതൊക്കെ ചെതില് പിടിച്ച് ഇങ്ങനെ കിടക്കാണ്. ആ കട്ടില് വേണമെങ്കിൽ ഞങ്ങൾക്ക് ഉപയോഗിക്കട്ടാ. ആയിക്കോട്ടെ, കട്ടിലവിടെ കിടന്നോട്ടെ, നമുക്ക് ആവശ്യമല്ലേ. ബാത്റൂമും കാര്യങ്ങളൊക്കെ പുറത്താണ്. ഉള്ളില് ബാത്റൂം ഇല്ല. അവിടെ ഒക്കെ ഒന്ന് പോയി കളിട്ടാ. ആയിക്കോട്ടെ. പിന്നെ നമ്മള് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? വാടകയൊക്കെ നമുക്ക് കറക്റ്റ് കിട്ടുമോ? നിങ്ങൾ പരിചയമുള്ള ആൾക്കാരല്ലേ? നമുക്ക് കൊടുക്കല്ലോ അവർക്ക്. എന്നാല് ഒരു കണ്ടും കൊണ്ടേ നമുക്ക് ഒരു 3 മാസത്തെ അഡ്വാൻസ് നമുക്ക് കിട്ടണം. ആയിക്കോട്ടെ. വീടൊക്കെ നമുക്ക് പറ്റിക്കണേ. നമ്മളെ പരിപാടിക്ക് പറ്റിയ വീടാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ അവിടുന്ന് പായിപ്പിച്ച വരെ പുറത്ത് പറയരുത്, മോശമാണ്. കാരണം ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യം സാറയ്ക്ക് നടത്തണേ. അപ്പോൾ പരിചയമുള്ള മാതിരി തന്നെ സംശയ നമുക്ക് കിട്ടണേൽ ഇവരൊക്കെ ആളെ കൊണ്ടുവരണം. എവിടുന്നേലൊക്കെ വലിച്ച് കൊണ്ടുവരാ. കിട്ടണേൽ വരെ ഞങ്ങളൊക്കെ തരണ്ട് കേട്ടാ. മകളുടെ മാതിരിയൊക്കെ ഉയർച്ചക്ക് മറ്റേ സംഭവിച്ചനുസരിച്ച് അജു ചേരും. കുഴപ്പമില്ല കേട്ടാ, ഞങ്ങൾക്ക് പരിപാടിയല്ലേ. അല്ല, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞേ. നിങ്ങളെവിടെ സ്ഥലം? ഇവിടെ ഞങ്ങൾ മാങ്ങാത്തുണ്ട്. മാങ്ങാത്തുണ്ടോ? അതെവിടെ സ്ഥലം? അത് പാൽപ്പുറത്ത് കുറേ പോകണം. 10 കിലോമീറ്റർ. അല്ല, വാടകേൻ്റെ കാര്യമൊക്കെ നമ്മള് വാടക നമുക്ക് കറക്റ്റ് വാടക കിട്ടണം കേട്ടോ. ആയിക്കോട്ടെ, ആയിക്കോട്ടെ. പക്ഷേ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഇതായി കൊടുത്താളാ കേട്ടാ. കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് അഡ്വാൻസ് വാങ്ങിക്കോട്ടോ. പറയുമ്പന്നേ 4000 രൂപ വാടക വാങ്ങിക്കോ. പിന്നെ എന്തിനാ അഡ്വാൻസ് നീ വാങ്ങിക്കോ കേട്ടോ. ഞാൻ പിന്നെ കാര്യങ്ങളൊക്കെ മുമ്പോട് പറഞ്ഞിട്ടുണ്ട്. 5000 രൂപ വാടകയാണ്. ആയിക്കോട്ടെ. ഇപ്പൊ എന്തേ അഡ്വാൻസ് എന്തെങ്കിലും തരണം തന്നെ. ആയിക്കോട്ടെ. നോട്ടെ, ഇതാ കൊടുത്താളാ. 2000 ഉണ്ട്. അപ്പം ഇനി വരാൻ നമ്മളത് അല്ലേ പോകുമ്പോഴുണ്ട്. ഓല് 1000 രൂപ തന്നിട്ടുള്ളൂ. 1000 തന്നിട്ടുള്ളൂ.
തന്ത വരുന്നുണ്ടല്ലോ പഠിച്ചവനെ. ജരിയപ്പഴേ നിങ്ങളെ മോന് വാടക കൊടുത്തേക്കണു, നിങ്ങൾ അറിഞ്ഞിട്ടില്ല? നമ്മളെ പേരെ ആ നമ്മോട് ചോദിച്ചാ നമുക്ക് എന്നാ ഒന്ന് കാണണല്ലോ. ആ ഇന്നോട് ചോദിച്ചാൽ ഞാൻ നയിച്ചുണ്ടാക്കിയ പേരേത്. ആ. ഇന്നോട് ചോദിച്ചാൽ എന്റെ മോനത് വാടക കൊടുക്കല്. ഞാൻ ആ ഇന്റെ പേരാണത്. ഓടെ നിന്നിട്ട് മോനോട് അങ്ങോട്ട് പോയി. അല്ല ഏയ് എത്ര പരിപാടി? നിങ്ങളെ പരിപാടി എത്താ? ആരോട് വെച്ചിട്ട് അങ്ങോട്ട് നന്നാക്കാൻ പറഞ്ഞേ? നിങ്ങളെ മോനല്ലേ ഞങ്ങൾക്ക് വാടക? ഇന്റെ മോദൽ ഇന്റെ മോദലാണല്ലോ. ഇന്റെ മോനോട് ചോദിച്ചാൽ ഞാൻ ബാപ്പ ജീവിച്ചിരിക്കണില്ലേ, നിങ്ങൾ ഇന്നോട് ചോദിച്ചണ്ടേ? ഞങ്ങൾക്ക് അറിയില്ല, ഞങ്ങൾക്ക് ഒരു ബ്രോക്കർ തന്നാണത്. ഏത് ബ്രോക്കറ്? എന്താ പേര്? നിങ്ങളെ മോനക്ക് ഞങ്ങള് വാടക പൈസ കൊടുത്തുകൊള്ളോ? ആഹാ ഇന്റെ മോൻക്കോ? യോന്നിട്ട് ആ ബടക്കട്ടാൽ ഓലെ കോടതി ഞാൻ കുത്തിരിയാന്. ആഹാ ഇന്നോട് ചോദിച്ചാൽ ഇന്റെ പേരും പറമ്പും വാടക കൊടുക്കേ, നിങ്ങൾ കായോ വാങ്ങിയേ. ഇത് ഞാൻ നയിച്ചുണ്ടാക്കി വരെ ആരോഗ്യ. ആഹാ ഓനെ കാട്ടല് ഓമ്പ ഉണ്ടാവില്ലല്ലേ? ഉണ്ടാവില്ലേ?